നമ്മൾ ഓരോരുത്തരും ദിനംപ്രതി കൺസ്യൂം ചെയ്യുന്ന ഡേറ്റ കൂടി വരികയാണല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ ഡേറ്റ റിലേറ്റഡ് ജോബുകൾക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഫാസ്റ്റസ്റ്റ് വേ ടു ബിക്കം എ ഡേറ്റ അനലിസ്റ്റ് ആണ്. സോ അതിനുള്ള സ്കിൽ സെറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ അക്വയർ ചെയ്യണം, ഏതൊക്കെ ടൂൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെല്ലാവരും യൂട്യൂബിലോ ഉഡമിയിലോ മൾട്ടിപ്പിൾ കോഴ്സസ് ജോയിൻ ചെയ്യും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് ഉഡമിയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വെറും 5% ആൾക്കാർ മാത്രമാണെന്നാണ്. വൈൽ പ്ലേലിസ്റ്റ് യൂട്യൂബിലെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന 2% താഴെ ആൾക്കാർ മാത്രമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ തുടങ്ങിയാലും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മൾ സ്വയം പഠിക്കുമ്പോഴുള്ള ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത്. നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കുറേ നാൾ കഴിയുമ്പോൾ അത് പോകും, നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഡേറ്റയിലുള്ള പ്രൊജക്ട്സ് കിട്ടാറില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതും ഏതൊക്കെ ടൂൾസാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമെന്നാണ്. ഒരൊറ്റ ടൂൾ കൊണ്ട് നിങ്ങൾക്കൊരു ഡേറ്റ അനലിസ്റ്റ് ആകാൻ കഴിയത്തില്ല. എന്നിരുന്നാലും ഞാൻ ആദ്യമായി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് എക്സൽ ആണ്. എക്സൽ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ടൂളാണ് അല്ലേ. എക്സലിലെ ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്കൊരു ഡേറ്റ അനലിസ്റ്റ് ആകാൻ കഴിയില്ല. മറിച്ച് എക്സലിലെ മാക്രോസ്, വാട്ട് ഇഫ് അനാലിസിസ്, പവർ പിവട്ട്, ഗോൾ സീക്ക് അങ്ങനെയുള്ള ടൂൾസിൽ ഉള്ള നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സലിൽ പഠിച്ചു തുടങ്ങിയാൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിലെ ബേസിക് കാര്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ എക്സൽ നമ്മൾ ഡാഷ്ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ഈ ഒരു മേഖലയോട് അതിയാത്ത പാഷനും താല്പര്യവും ഇൻട്രസ്റ്റും തോന്നാനുള്ള ചാൻസ് ഉണ്ട്. സോ എക്സൽ എന്നുള്ള ഒറ്റ ടൂൾ കൊണ്ട് മാത്രം നേരത്തെ സൂചിപ്പിച്ചാൽ നമുക്ക് ജോബ് കിട്ടത്തില്ല. അതിനായിട്ട് ഞാൻ സെക്കൻഡ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൂളാണ് SQL അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. എക്സൽ നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് പഠിച്ചു തുടങ്ങാൻ പെർഫെക്റ്റ് ആണ്. അതൊരു ഡേറ്റ മാനേജ്മെൻറ്റ് ടൂളാണ്. എന്നിരുന്നാലും എക്സലിന് ഒരുപാട് പോരായ്മകളുണ്ട്. എക്സലിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറമുള്ള ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. സോ ആ പരിമിതികൾ മാറ്റുന്ന ഡേറ്റ മാനേജ് ചെയ്യാൻ കഴിയുന്ന ടൂളിലാണ് നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് SQL ആണ്. SQL എന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. SQL പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു അഡ്വാൻറ്റേജ് കൂടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQL വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ലോജിക്ക് SQL പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. എക്സലിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് എക്സലിൽ മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസിൽ നിന്ന് എങ്ങനെ ഡേറ്റ കൊണ്ടുവരണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. SQLൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യും എന്ന് അറിഞ്ഞിരിക്കണം. SQLിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ജോയിൻ ചെയ്യും, അതിലൊരു പർട്ടിക്കുലർ ഡേറ്റ എങ്ങനെ ഒരു കണ്ടീഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡേറ്റ മാനേജ്മെൻറ്റ് ടൂൾസിനെ കുറിച്ചാണ്. ഡേറ്റ മാനേജ് ചെയ്താൽ മാത്രം പോരാ, മറിച്ച് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കൂടി ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് അല്ലെങ്കിൽ BI ടൂൾസിൽ നോളജ് ഉണ്ടായിരിക്കണം. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് BI ടൂൾസ് അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റിൽ വൈഡ്ലി യൂസ്ഡും ഞാൻ പല ജോബ് റോൾ സെർച്ച് ചെയ്തപ്പോഴും കണ്ടത് 3 ടൂൾസിനെയാണ്: പവർ BI, ടാബ്ലോ ആൻഡ് ClickView. ഈ 3 ടൂൾസിനും അതിൻ്റേതായ ഗുണദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോൺസ് ആൻഡ് കോൺസ് ഉണ്ട്. സോ അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പവർ BI എന്ന് പറയുന്നത് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ കരുതാം. അത് മൈക്രോസോഫ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു BI ടൂളാണ്, അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡേറ്റ വിഷ്വലൈസേഷൻ ടൂളാണ്. പവർ BI മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി വിത്ത് എക്സൽ, ഷെയർപോയിൻറ്റ് അതുപോലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ വേറെ ടൂൾസുമായിട്ട് അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. പിന്നെ പവർ BIക്ക് ബാക്കി BI ടൂൾസ് പോലുള്ള ഒരു ഫ്രീ വെർഷൻ അവൈലബിൾ ആണ്. സോ അതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. പിന്നെ പവർ BIയുടെ പെയ്ഡ് വെർഷൻസ് കൺസിഡർ ചെയ്താലും ബാക്കിയുള്ള BI ടൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസിബിൾ ആണ് നമുക്ക്. രണ്ടാമത് പറയാൻ വേണ്ടി പോകുന്ന BI അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ടൂൾ എന്ന് പറയുന്നത് ടാബ്ലോ ആണ്. ടാബ്ലോയെ കുറിച്ച് പറയുമ്പോൾ ടാബ്ലോ വളരെ എക്സ്റ്റെൻസീവും അഡ്വാൻസ്ഡുമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ടൂളാണ്. ഡിമാൻഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ പവർ BIയേക്കാൾ കുറച്ചുകൂടി ഡിമാൻഡ് ഉള്ളതും ടാബ്ലോയ്ക്ക് തന്നെയാണ്. പക്ഷേ ടാബ്ലോ സ്വന്തമായിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കതിന് ബേസിക്സ് പഠിക്കാൻ പറ്റും, പക്ഷേ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. മൂന്നാമത് പറയാനുള്ള വിഷ്വലൈസേഷൻ ടൂൾ ClickView ആണ്. ClickView
മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയുള്ള BI ടൂൾസിനെക്കാട്ടി വളരെ ഫാസ്റ്ററാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റിൽ പവർ BIയുടെയോ ടാബ്ലറ്റ് അത്ര ഡിമാൻഡ് ക്ലിക്കിങ്ങിനില്ല. കാരണം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള BI ടൂൾ ആയതുകൊണ്ടാകാം. ഈ 3 ടൂളിൽ ഏതൊക്കെ പഠിക്കണം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് പവർ BI ആയിരിക്കും. ടാബ്ലോ കൂടി അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഡേറ്റ മാനേജ്മെൻറ്റ് ടൂളും ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ അല്ലെങ്കിൽ BI ടൂളിലുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 90% എന്താ പറയുക, നിങ്ങൾ ഡേറ്റ അനലിസ്റ്റ് ജോബ് റോൾസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 100% ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുള്ള നോളജ് കൂടി വേണം. ഇന്ന് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. C++, ജാവ, പൈതൺ, C#, .NET അങ്ങനെ തുടങ്ങി ഒരുപാട് ലാംഗ്വേജ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആവാനാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും, ഏത് ആദ്യം പഠിച്ചു തുടങ്ങുമെന്ന്. പക്ഷേ ഭാഗ്യവശാൽ ഒരു ഡേറ്റ അനലിസ്റ്റിന് 2 ഡേറ്റ അനലിറ്റിക്സ് ടൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് പൈതണും രണ്ടാമത്തേത് ആറും. ഈ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏത് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പൈതൺ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. വൈ? ബിക്കോസ് ഏകദേശം പൈതണും ആറും പഠിക്കാൻ ഏകദേശം സിമിലർ ആണ്. എന്നിരുന്നാലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പൈതൺ ആണ്. പൈതൺ പഠിച്ചു കഴിഞ്ഞാൽ അത് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ജോബ് റോൾസിൽ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ ഭാവിയിൽ കരിയറിൽ നമുക്ക് എന്താ പറയുക അഡ്വാൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. വൈൽ ആറെന്ന് പറയുന്നത് വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലാംഗ്വേജ് മാത്രമാണ്. നിങ്ങൾക്കൊരു ഡേറ്റ അനലിസ്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് എക്സൽ, SQL, പവർ BI, ടാബ്ലോ ആൻഡ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഈസ് പൈതൺ. ഇനി നമുക്ക് ഇതെങ്ങനെ പഠിക്കാമെന്നും ഈ ജോബ് റോള് എങ്ങനെ നേടാം, ജോബിൽ എങ്ങനെ ലാൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയാണ് പലരും ചെയ്ത മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. പലരും ഈ പറഞ്ഞ ടൂൾസ് യൂട്യൂബിൽ നോക്കിയോ ഉഡമിയിൽ നോക്കിയോ മൾട്ടിപ്പിൾ കോഴ്സസ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ എത്രത്തോളം കാലം കാണുമെന്നുള്ളതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉഡമിയിൽ 5% ആൾക്കാർ മാത്രമേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തേത് യൂട്യൂബിൽ ഇത്തരം കോഴ്സുകൾ മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസ് നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ നോക്കുമ്പം എന്താണ്, നമുക്ക് അറിയാലോ യൂട്യൂബിൽ നമുക്ക് ഡിസ്ട്രാക്റ്റ് ആവാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് <1% ആൾക്കാർ മാത്രമാണെന്നുള്ളതാണ്. യൂട്യൂബും ഉടമയും നോക്കി നിങ്ങൾ പഠിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് റിയൽ ടൈമായുള്ള ഡേറ്റാ സെറ്റിലൊന്നും വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിൽ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ കഴിയത്തില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മെൻറ്ററിനെ കണ്ടെത്തുക. ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ഏതെങ്കിലും നല്ലൊരു കമ്പനി നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളെ മെൻറ്ററായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് കറണ്ട് ട്രെൻഡ് പറഞ്ഞു തരാൻ പറ്റും, എങ്ങനത്തെ ഡേറ്റയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ പറ്റും, ഡേറ്റ ക്ലീനിങ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാൻ കഴിയും. അത് നിങ്ങൾക്ക് ഇങ്ങനൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഒരു മെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് CV സ്ട്രോങ് ആക്കാൻ കഴിയും. അതിനൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ കറൻ്റ്ലി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അത് എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് മെൻറ്ററിൻ്റെ സഹായം തേടാം. അല്ല നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ പല ഡേറ്റ സെറ്റും അവൈലബിൾ ആണ്. സോ അങ്ങനൊരു 𝐂𝐤 എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഡേറ്റ സെറ്റ് കിട്ടും. അപ്പോൾ ആ ഡേറ്റ സെറ്റ് എടുത്തിട്ട് നമുക്ക് അതിലൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂറിൽ കോൺടാക്ട് ചെയ്യാം. എഡ്യൂറിൻ്റെ വാട്സപ്പ് ഉണ്ട് 9746721123 എന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം. എഡ്യൂറിൽ ഏകദേശം 40ഓളം റിയൽ ടൈം ഡേറ്റയും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ കൊണ്ട് ഗൈഡ് ചെയ്യിപ്പിച്ചിട്ട് പ്രൊജക്ട്സ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതൊക്കെ റിയൽ ടൈം ഡേറ്റ സെറ്റ്സ് ആണ്. ഈ 40 പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 40 ഡേറ്റ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡൊമൈൻസിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡൊമൈനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്
കിട്ടും. ഈ 40 പ്രൊജക്റ്റും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% ഐ ക്യാൻ അഷ്യൂർ നിങ്ങൾക്കൊരു ഡേറ്റ അനലിസ്റ്റ് ജോലി കിട്ടും എന്നുള്ള 100% എനിക്ക് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ കഴിയും. അപ്പം ഈ പ്രൊജക്ട്സും ബിൽഡായി കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് സെർച്ചാണ്. ജോബ് സെർച്ചിനായിട്ട് ആദ്യം നമുക്കൊരു അട്രാക്റ്റീവ് CV ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അട്രാക്റ്റീവ് CV ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ നേരത്തെ വീഡിയോ കരിയർ ഗൈഡൻസ് പ്ലേലിസ്റ്റിലെ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 21 കാര്യങ്ങളെന്ന വീഡിയോ കാണുക. അതൊന്ന് ഒരുപാട് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ റെസ്യൂമെ ഉണ്ടാക്കണം, അതെങ്ങനെ അട്രാക്റ്റീവ് ആക്കണം എന്നുള്ളതൊക്കെ. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു അട്രാക്റ്റീവ് CV ഉണ്ടാക്കുക. അതിനുശേഷം ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല നിങ്ങൾക്ക് അവിടെയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ Edure നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ പ്ലേസ്മെൻറ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒരുപാട് കമ്പനീസുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഒട്ടനവധി ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് പൊസിഷൻ വേക്കൻസി. ഇതിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ജോബ് കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് Edure കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് കമ്പനിയുമായിട്ട് ടൈപ്പാണ്. അവിടെയൊക്കെ ഒട്ടനവധി ഡേറ്റ അനലിസ്റ്റ് പൊസിഷൻസും ഇന്ന് കറൻ്റ്ലി അവൈലബിൾ ആണ്. ഏറ്റവും അവസാനമായിട്ട് സൂചിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പം ദ ജേർണി വിൽ നോട്ട് ബി ഈസി. അതുകൊണ്ട് തന്നെ ഒരിക്കലും പകുതി വഴിക്ക് വെച്ച് നിർത്തരുത്. ഡോണ്ട് ക്വിറ്റ്, ഡർ കെ ആകെ ജീത് ഹേ എന്ന് പറയുന്നത് പോലെ. സോ ഡോണ്ട് ക്വിറ്റ്. ചിലപ്പം ചിലർക്ക് 1 മാസം കൊണ്ട് ജോലി കിട്ടും, ചിലർക്ക് 2 മാസം കൊണ്ട് കിട്ടും, ചിലർക്ക് 6 മാസം എടുത്തേക്കാം. നിരാശപ്പെടരുത്. ഡേറ്റ അനലിസ്റ്റായിട്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലുക്രേറ്റീവ് കരിയറാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അതിപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസിൽ മാത്രമാണ്. സോ ഇനി ഡേറ്റ അനലിറ്റിക്സ് കരിയറിനെ കുറിച്ച് നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് അത് റിമാർക്ക് ഭാഗത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനായിട്ടൊരു വെബിനാർ വയ്ക്കുന്നതാണ്. സോ ഈ ചാനലിലെ കോണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോബ് റോളിനെ കുറിച്ചോ ജോബ് റോളിൽ എങ്ങനെ കരിയർ പാത്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു. ഐ എം സാഹിർ.